ലൈംഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വ്യായാമം പലരും നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ അത് സ്വാഭാവികമായിട്ടുള്ള ശാരീരിക വ്യായാമം വളരെ നല്ലതാണ്. അതായത് ജിമ്മിലൊന്നും പോയില്ലെങ്കിൽ കൂടി ചെറിയ രീതിയിലുള്ള നടക്കുക, അതുപോലെ തന്നെ ഇരുന്നെഴുന്നേൽക്കുക, പിന്നെ സൂര്യ നമസ്കാരം, പുഷപ്സ്, ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. അതുകൂടാതെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു വ്യായാമമുണ്ട്. അതാണ് കീഗൽ എക്സസൈസ്. ഈ കീഗൽ എക്സസൈസ് വഴിക്ക് നമുക്ക് മൂത്രം പോകുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് ഉപകാരം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ്, താല്പര്യക്കുറവെന്ന് പറഞ്ഞുകൂടാ, ശേഷിക്കുറവ്, അതുപോലെ തന്നെ ഇതിനകത്ത് ചില രീതിയിലുള്ള താല്പര്യക്കുറവ്, ഇതൊക്കെ അതിനകത്ത് നമുക്ക് പരിഹരിക്കുവാൻ കഴിയുന്നുണ്ട്. ഇനി ശീഘ്രസ്ഖലനത്തിനും ഒരു പരിധി വരെ, അതായത് കീഗൽ എക്സസൈസ് വഴിക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. അപ്പോൾ എന്താണ് ഈ കീഗൽ എക്സസൈസ്? സാധാരണ രീതിയിൽ നാം കരുതുന്ന പോലെ ഒരു കഠിനമായ വ്യായാമമല്ല അത്. വളരെ ലളിതമായി എല്ലാവർക്കും ആരും അറിയാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ്. മറ്റെന്തെങ്കിലും വ്യായാമം നാം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ നോക്കുന്ന ആൾക്കും നമ്മളെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും, ഇതാ ഇവിടെ വ്യായാമം ചെയ്യപ്പെടുകയാണെന്ന്. ഇതിനങ്ങനെ ഒരു വ്യായാമമല്ല കീഗൽ എക്സസൈസ്. ഒരു ഉദാഹരണം പറയാം. നാം മൂത്രവിസർജനത്തിനായി ബാത്റൂമിലിരിക്കുന്നു. പെട്ടെന്ന് ആരെങ്കിലും വന്ന് വാതിൽ തുറക്കുകയാണെങ്കിൽ നാം പെട്ടെന്ന് നമ്മുടെ മൂത്രം പിടിച്ചു നിർത്തുന്ന ഒരവസ്ഥ വരാറുണ്ട്. ആ രീതിയിലുള്ള ഒരു എക്സസൈസാണിത്. ആരും അറിയാതെ തന്നെ ഇത് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, മലമൂത്ര വിസർജനത്തിന് നാം വാഷ്റൂമിൽ ഇരിക്കുകയാണെന്നിരിക്കട്ടെ. അങ്ങനെ ഇരിക്കുന്ന വ്യക്തിക്ക് പെട്ടെന്നത് നിർത്തണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ മസിലുകൾ, അതായത് മലദ്വാരത്തിനും ആ പ്രദേശത്തെ മസിലുകൾ നാം ഒന്ന് വലിച്ചു മുറുക്കുന്നതായി കാണാം. നാം അറിയാതെ തന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇത്. ബോധപൂർവം ഒന്ന് ചെയ്യുകയാണെങ്കിൽ അത് മാത്രമാണ് കീഗൽ എക്സസൈസ്, മറ്റൊന്നുമല്ല. അപ്പോൾ ആ മസിലുകൾ നാം ഒരു 5 സെക്കൻഡ് നേരത്തേക്ക് ശക്തമായി മുറുക്കുന്നു. അതിനുശേഷം അത് വിടുന്നു. ഈ മസിൽ മുറുക്കുന്നത്, അതായത് ഇതിനോടനുബന്ധിച്ച് ശ്വാസം വലിക്കേണ്ട കാര്യമില്ല, അത് കൈകാലുകൾ ഉയർത്തേണ്ട കാര്യമില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസ് മാത്രമാണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്? ഒന്ന് മസിൽ ചുരുക്കുക, അത് ഒരു 5 സെക്കൻഡ് പിടിക്കുക, അതിനുശേഷം 5 സെക്കൻഡ് റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു 10-30 തവണ നാം ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഒരു തവണ ചെയ്തുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് ഒരു പ്രയോജനം ലഭിക്കില്ല. അത് 3-4 തവണ ഇങ്ങനെ ചെയ്യുക. അത് ഒരു മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതുകൊണ്ടുള്ള പ്രയോജനം ലഭിക്കുകയുള്ളൂ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ്, അതായത് അതിൻ്റെ മൂത്രഘടനയും മറ്റും മൂത്രസഞ്ചി, മലദ്വാരം, ഇതിനൊക്കെ താങ്ങി നിർത്തുന്ന ആ മസിൽ വളരെയധികം സ്ട്രോങ് ആവുന്നു. അങ്ങനെ സ്ട്രോങ് ആവുന്നതോടുകൂടി നമുക്ക് ലൈംഗികമായിട്ടുള്ള പ്രവർത്തനത്തിന് അത് ഗുണം ചെയ്യുന്നുണ്ട്. ലിംഗത്തിലേക്കുള്ള രക്തോട്ടത്തിന് അത് ഗുണം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഞരമ്പുകളുടെ പ്രവർത്തനത്തിനും ഇത് ഗുണം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഗുണം ചെയ്യുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് ലിംഗോദ്ധാരണം കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. കാരണം വേണ്ടത്ര രക്തം അങ്ങോട്ട് എത്താൻ തുടങ്ങുന്നു. പിന്നെ ഓർഗാസം ലഭിക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ ഈ മസിലാണ് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നത്. അത് വേണ്ട രീതിയിൽ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലൈംഗികമായിട്ടുള്ള അനുഭൂതി കൂടുതലായി ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് പോകും. ഇതുകൂടാതെ തന്നെ നമുക്ക് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങളുണ്ടാവും. മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്ന വ്യക്തികൾക്കും ഈ കീഗൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മൂത്ര നിയന്ത്രണത്തിന് ഗുണം കിട്ടുന്നതായി കാണാം. അപ്പോൾ എന്തുകൊണ്ടും അടിവയറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക്, അതായത് മൂത്ര സംബന്ധമായതും ലൈംഗിക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുന്ന ഒന്നാണ് കീഗൽ എക്സസൈസ്. ഇത് സ്ഥിരമായി ചെയ്യണമെന്ന് മാത്രം, അതായത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലം ചെയ്താലേ ഇതിൻ്റെ ഇഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് കരുതി ഏതെങ്കിലും ലൈംഗിക പ്രശ്നമുള്ളതിന് കീഗൽ എക്സസൈസാണ് ഇതിൻ്റെ ഒറ്റമൂലി എന്ന് കരുതരുത്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ട, മറ്റ് ചികിത്സകളുടെ കൂട്ടത്തിൽ ചെയ്യേണ്ട ഒന്നാണ്. തുടക്കത്തിൽ തന്നെ കീഗൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ
ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാതിരിക്കും എന്ന് മാത്രം. കീഗൽ എക്സസൈസിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് യൂട്യൂബിലും മറ്റും സെർച്ച് ചെയ്യുകയാണെങ്കിൽ വളരെയധികം വീഡിയോകൾ ലഭ്യമാണ്. എന്നാൽ ആ വീഡിയോകളിലെല്ലാം ശരീരം മൊത്തം അനക്കി അത് ശ്വാസം വലിച്ച് ആ രീതിയിലുള്ള എക്സസൈസുകൾ ചിലത് കാണാറുണ്ട്. അത് തെറ്റാണ്. അങ്ങനെയല്ല കീഗൽ എക്സസൈസ് ചെയ്യേണ്ടത്. അങ്ങനെ കീഗൽ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനവുമില്ല. ആരും അറിയാതെ നമുക്ക് സ്വയം ഇരുന്ന് ചെയ്യാവുന്ന അല്ലെങ്കിൽ കിടന്ന് ചെയ്യാവുന്ന ഒരു എക്സസൈസ് മാത്രമാണ് കീഗൽ എക്സസൈസ്. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെ തെറ്റിദ്ധരിക്കുന്ന പോലെ കീഗൽ എക്സസൈസ് വളരെയധികം കഠിനമായിട്ട് അധ്വാനം ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യവുമല്ല. ചിലർ കാല് പൊക്കി വെച്ച്, ചിലർ ശ്വാസം വല്ലാതെ വലിച്ച് അങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ചെയ്യേണ്ട ഒരു എക്സസൈസ് അല്ല. ലൈംഗിക ശേഷിക്കുറവിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ലിംഗത്തിലേക്കുള്ള രക്തം വേണ്ടത്ര എത്താതിരിക്കുക, അതായത് അവിടെ ബ്ലോക്ക് ഉണ്ടാകുക. അതുപോലെ തന്നെ ഞരമ്പുകളുടെ പ്രശ്നങ്ങൾക്ക് തകരാറുണ്ടാകുക. ഞരമ്പ് വേണ്ടത്ര രീതിയിൽ, അതായത് തലച്ചോറിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ സൂക്ഷ്മനാഡി വഴിക്ക് ലിംഗത്തിലേക്ക് എത്തുന്നുണ്ട്, അതിന് തടസ്സം നേരിടുക. അതുകൂടാതെ ഹോർമോണുകളുടെ വ്യതിയാനം ഉണ്ടാകുക. അപ്പോൾ കീഗൽ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് രക്തോട്ട സംബന്ധമായ, അതായത് രക്തക്കുഴൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കാണ് പരിഹാരമുണ്ടാകുന്നത്. അത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഹോർമോൺ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ കീഗൽ എക്സസൈസ് കൊണ്ട് അതിനൊരു മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല. അപ്പോൾ ഈ കീഗൽ എക്സസൈസ് ഒറ്റമൂലിയായി സ്വീകരിക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് കീഗൽ എക്സസൈസ് എന്നുള്ളത് മനസ്സിലാക്കുക, അത് ഏത് ആവശ്യത്തിനാണ് ഉപയോഗിക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് കീഗൽ എക്സസൈസ് തുടർന്നു പോവുക. ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണറെ കണ്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്യുക. ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം ഇതെന്താണ് പ്രശ്നമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനോടൊപ്പം തന്നെ കീഗൽ എക്സസൈസും തുടരുകയാണ് വേണ്ടത്. പ്രശ്നം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞരമ്പ് സംബന്ധമായ പ്രശ്നമോ ഹോർമോൺ സംബന്ധമായ പ്രശ്നമോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ചികിത്സിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ലൈംഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് രതിമൂർച്ച ലഭിക്കാത്ത ഒരവസ്ഥ വരാറുണ്ട്. അങ്ങനെ രതിമൂർച്ച ലഭിക്കാത്ത അവസ്ഥ വരുന്ന സ്ത്രീകൾക്ക് കീഗൽ എക്സസൈസ് ഗുണകരമായി കാണാറുണ്ട്. അത് പല സ്ത്രീകളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കീഗൽ എക്സസൈസ് ചെയ്തതിന് ശേഷം ലൈംഗികമായിട്ടുള്ള ആനന്ദം കൂടുതലായി ലഭിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ചുരുക്കി പറയട്ടെ, കീഗൽ എക്സസൈസ് ഇരുന്നോ കിടന്നോ മറ്റാരും അറിയാതെ സ്വയമായി ചെയ്യാവുന്ന ഒരു സിമ്പിൾ എക്സസൈസാണ്. ആ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾക്കും ലൈംഗികമായ പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ ഗുണം കിട്ടാറുണ്ട്. അതൊരു ഒറ്റമൂലിയായി അവതരിപ്പിക്കുന്നില്ല. അതൊരു നല്ല കാര്യമാണ് കീഗൽ എക്സസൈസ് പുരുഷനായാലും സ്ത്രീയായും ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഇവിടെ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ISRM എന്ന് ടൈപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം.